വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആധിപത്യമുറപ്പിച്ച് BJP. നാഗാലാൻഡിലും ത്രിപുരയിലും കേവല ഭൂരിപക്ഷം. കോൺഗ്രസ് CPM കൂട്ടുകെട്ട് ത്രിപുരയിൽ ഫലം കണ്ടില്ല. മേഘാലയയിൽ തൂക്കുസഭ. NPP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ നിർണായക വിധിയുമായി സുപ്രീം കോടതി. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയ സമിതി പേരുകൾ ശുപാർശ ചെയ്യണം. പാർലമെന്റ് നിയമം ഉണ്ടാകുന്നതുവരെ ഈ രീതി തുടരണമെന്നും സുപ്രീം കോടതി. കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. റിസോർട്ട് EP ജയരാജന്റെ മകനും ഭാര്യയ്ക്കും ഓഹരിയുള്ളത്. റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടെന്ന പരാതിയിൽ ED അന്വേഷണവും. നടന്നത് ആദായ നികുതി വകുപ്പിന്റെ TDASുമായി ബന്ധപ്പെട്ട പരിശോധന മാത്രമെന്ന് വൈദേകം CEO. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷവും സ്പീക്കറും തമ്മിൽ തർക്കം. അവകാശം ഹനിക്കുന്നുവെന്ന് പ്രതിപക്ഷം. കമ്മിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഇത് സംസ്ഥാന നിയമസഭയിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ചട്ടപ്രകാരമുള്ള നടപടിയെന്നും വിമർശനത്തിൽ വസ്തുതയില്ലെന്നും സ്പീക്കർ. സഭയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതത് ദിവസത്തെ കാര്യപരിപാടികളും മറ്റ് ബിസിനസ്സുകളും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ഭരണഘടനയിലെയും സഭയുടെയും നടപടിച്ചട്ടങ്ങളിലെയും ബന്ധപ്പെട്ട വ്യവസ്ഥകളും സഭയുടെ കീഴ്വഴക്കങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സുപ്രീം കോടതി. റിട്ടയർഡ് ജസ്റ്റിസ് AM സപ്രെ അധ്യക്ഷനായ 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചു. 2 മാസത്തിനകം സെബി അന്വേഷണം പൂർത്തിയാക്കി സമിതിക്ക് കൈമാറണമെന്നും സുപ്രീം കോടതി. ഇൻഡോർ ടെസ്റ്റിൽ ഓസീസിന് 76 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സിലും ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. ഇന്ത്യയെ തകർത്തത് 8 വിക്കറ്റുകൾ നേടിയ സ്പിന്നർ നേതൻ ലയണിന്റെ പ്രകടനം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ വടക്കുകിഴക്കൻ വടംവലി.